ഞാൻ അഫിഡവിറ്റിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ശരിയായ കാര്യങ്ങളാണ്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിലല്ലേ കൊടുക്കേണ്ടതുള്ളൂ. 2021 ഞാൻ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒന്നും അഫിഡവിറ്റിൽ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വളരെ സിമ്പിളല്ലേ? അല്ലാന്ന് ഞാൻ ചോദിക്കുന്നത്, ഉണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. എനിക്കതിന് മുമ്പ് ജോബ് കാർഡുണ്ട്. പക്ഷേ ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ അത് അഫിഡവിറ്റിനകത്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ പൂർണ്ണമായും സത്യമായ കാര്യങ്ങളാണ്. ഞാൻ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് ജോബ് കാർഡില്ല. അതിന് മുമ്പുണ്ടായിരുന്നു. എന്നോടല്ല ഈ ജോലിയുടെ കാര്യം അദ്ദേഹം പറയേണ്ടത്. അദ്ദേഹത്തിനൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ. 2021 അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ പ്രൊഫഷൻ എന്നെഴുതിയ കോളത്തിൽ എന്താ എഴുതിയിട്ടുള്ളത്? ബിസിനസ്മാൻ എന്നല്ല, ലോയർ, അഡ്വക്കേറ്റ് എന്നുള്ള പ്രൊഫഷൻ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ പേപ്പറിൽ എഴുതി. എന്നിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു. ഇത് ശരിക്ക് ബാർ കൗൺസിലിന്റെ നിയമത്തിന് പോലും വിരുദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പരാതി കൊടുത്താൽ ബാർ കൗൺസിൽ ഇദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാനാണ് സാധ്യത. ഇനി ഇത്രയൊക്കെ ബിസിനസ്മാൻ ആയിട്ടുള്ള ആൾക്ക് നഷ്ടത്തിന്റെ കണക്കേ പറയാനുള്ളൂ. 2021 താനൂരിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ തനിക്ക് ഏതാണ്ട് 47 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. 47 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഇൻകം സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ ഇൻകം സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നത് 2021 വർഷത്തിൽ അദ്ദേഹത്തിന് ആകെ വരുമാനം 3,98,324 രൂപ എന്നാണ്. 3,98,324 രൂപ. ഇത് അദ്ദേഹം ഇൻകം സ്റ്റാറ്റസിൽ 2020-21 കൊടുത്തതാണ്. എന്നാൽ 19/12/2020 വരെ അദ്ദേഹം UAE-ൽ ജോബ് വിസ ഹോൾഡർ ആയിരുന്നു. 22,000 UAE ദിർഹം ശമ്പളത്തിൽ 2020 12-ാം മാസം വരെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. രേഖയനുസരിച്ച് വെറും 3 മാസത്തിനുള്ളിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഏപ്രിൽ മാസത്തിലാണല്ലോ 3-ാം മാസം അല്ലെങ്കിൽ 4-ാം മാസം നോമിനേഷൻ കൊടുക്കുന്നത്. ആ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 2020-21 സാമ്പത്തിക വർഷം ഉള്ള ഇൻകം എന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത് 3,98,324. ഇതൊന്നും അങ്ങ് ഒത്തുപോകുന്നില്ലല്ലോ.